ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ ഇന്ന് പെന്റഗൺ പുറത്തുവിടും. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നതായി വിവരങ്ങൾ ലഭിച്ചതായി US രഹസ്യാന്വേഷണ ഏജൻസി CIA. ആണവ കരാറിനായുള്ള അമേരിക്ക ഇറാൻ ചർച്ച അടുത്തയാഴ്ചയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഈ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള നിലയിലേക്ക് ഈ ആക്രമണങ്ങൾ പോയിട്ടില്ല, മറിച്ച് ആ പദ്ധതിയെ അല്പം നീട്ടിവെക്കുന്ന തരത്തിലേക്ക് മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളൂ എന്ന തരത്തിൽ ചർച്ചകൾ പുറത്തു വരുന്നൊരു സമയമാണ്. അതിനിടയിൽ ഒരു CNN റിപ്പോർട്ട് വലിയ വിവാദമായി നിൽക്കുന്നതും അതിനെ തള്ളിക്കൊണ്ട് ട്രംപിൻ്റെ പ്രതികരണവും ഒക്കെ കണ്ടിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ പെന്റഗന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ് മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് സ്മിത. റിജിത്ത്, ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്നും ഇനി ആണവ ചർച്ചകളാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാനെതിരായ US ആക്രമണങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ സഹായിച്ചതായിട്ട് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇറാനുമായി അമേരിക്ക അടുത്ത ആഴ്ച ആരംഭിക്കും. നേറ്റോ ഉച്ചകോടിയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ വെച്ച് മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളും സംസാരിക്കവെയാണ് ഇറാൻ വീണ്ടും ആണവ ആയുധം നിർമ്മിക്കുവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഒരു കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പിട്ടേക്കാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു കരാറിന് തന്നെ ഇപ്പോൾ പ്രസക്തി ഇല്ലെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ഇറാൻ ആണവ നിലയങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് അമേരിക്കയിലും ഒക്കെ മുറുകവേ നാളെ പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക്, അതായത് ഇന്ത്യയിൽ രാത്രി ഏതാണ്ട് 10:30 ഇന്ന് രാത്രി 10:30 പെന്റഗണിൽ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ആയിരിക്കും മാധ്യമങ്ങളെ കാണുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നും നിഷേധിക്കാനൊക്കെ പറ്റാത്ത പല കാര്യങ്ങളും പുറത്തു വരുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ദൗത്യത്തിൽ പങ്കെടുത്ത അമേരിക്കൻ വൈമാനികരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതിനുള്ള മറുപടി കൂടിയായിരിക്കും ഈ പത്രസമ്മേളനം എന്നും ട്രംപ് പറയുന്നു. അതേസമയം ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIAക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചു. അത് ആക്രമിക്കപ്പെട്ട ഇറാൻ ആണവ നിലയങ്ങൾ സംബന്ധിച്ച ഉള്ള നിർണായക വിവരങ്ങളാണെന്നാണ് CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് പറയുന്നത്. ഇറാൻ ആണവ പദ്ധതിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമെന്നും വർഷങ്ങൾ വേണ്ടിവരും ഇറാൻ ഇത് പുനർനിർമ്മിക്കാനെന്നാണ് ജോൺ റാഡ്ക്ലിഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ചില പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ സ്പോക്ക് പേഴ്സൺ ഇസ്മയിൽ ബഗൈ പറയുന്നത് US ആക്രമണങ്ങളിൽപ്പെട്ട ഇറാൻ ആണവ കേന്ദ്രങ്ങളുടെ നിലവിലെ അവസ്ഥ മോശമാണെന്നാണ്. ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ബഗായി പറയുന്നത് അതേ, നമ്മുടെ ആണവ സ്ഥാപനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതിന് കാരണം അമേരിക്കയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ വിധേയരാകേണ്ടി വന്നു. ഇതൊരു സാങ്കേതിക വിഷയമായതുകൊണ്ട് ഇതേപ്പറ്റി കൂടുതൽ ഇറാന്റെ തന്നെ അറ്റോമിക് എനർജി ഓർഗനൈസേഷനും അതുപോലുള്ള മറ്റ് ഏജൻസികളും ഉണ്ട്. അവർ ഇതേപ്പറ്റി പിന്നീട് കൂടുതൽ വിശദീകരിക്കുമെന്നാണ് ഇസ്മയിൽ ബഗൈ പറയുന്നത്. സ്മിത, റീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പെന്റഗൺ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇടം പിടിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്.